ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്ന തൊട്ട് എന്ത് ക്രിസ്മസ് സ്റ്റഡി പ്ലാൻ, ക്രിസ്മസ് എക്സാം സ്റ്റഡി പ്ലാൻ. അപ്പം ഞാൻ ഈ റെഡ് വെച്ച് മാർക്ക് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഓണം എക്സാമിന് ഓൾറെഡി നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള പോർഷൻസാണ്. ഇതിൽ മാത്സിൽ നോക്കുവാണെങ്കിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി വരെ നമുക്ക് എക്സാം ഇട്ട് കഴിഞ്ഞ പോർഷനാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടായിരിക്കാം, ഞാൻ ഏറെക്കുറെ മറന്നുപോയി. അപ്പോൾ അതിന് പൊടിതട്ടി എടുക്കണം. മറന്നു പോയതെന്ന് വെച്ചാൽ ഫിസിക്സും കെമിസ്ട്രിയാണ് മേജറായിട്ട് മറന്നുപോയത്. മാത്സ് ഒന്നും ഒക്കെ ആ ഐഡിയ മനസ്സിൽ കിടപ്പുണ്ട്, പക്ഷേ ഇതിൻ്റെ തിയറി മറന്നുപോയിട്ടുണ്ട്. അപ്പം മാത്സിൽ കണ്ടിന്യൂറ്റി വരെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചതാണ്. പിന്നെ കെമിസ്ട്രിയിൽ DF ബ്ലോക്ക്, ഫിസിക്സിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, സുവോളജി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, പിന്നെ ബോട്ടണി, ബയോടെക്നോളജി, ആ 2 ചാപ്റ്റർ. ഇനി നമുക്ക് ബോട്ടണി ബാക്കിയുള്ളത് ടോട്ടലായിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻസാണ് ഞാൻ മൊത്തത്തിൽ എഴുതിയിരിക്കുന്നത്. ബോട്ടണി 4 ചാപ്റ്റർ ഉണ്ട്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻസ് വരെ ഉണ്ട്. പിന്നെ മാത്സ് ആണെങ്കിൽ 11 ചാപ്റ്റർ, 3D ജോമെട്രി വരെ. ആകെ മാത്സ് ആകെ കൂടെ ഒരു 13 ചാപ്റ്ററേ ഉള്ളതിൽ മുക്കാലോളം ഭാഗം, മുക്കാലല്ല ഇനി ഒരു ഭൂരിപക്ഷം 90% ഭാഗം ഇതിനോട് കൂടി ക്രിസ്മസ് എക്സാമിനോടുകൂടി തീരും. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ ടോട്ടൽ 10 ചാപ്റ്റേഴ്സാണ് ഉള്ളതെങ്കിൽ 8 ചാപ്റ്ററും ഈ ക്രിസ്മസ് എക്സാമിനുണ്ട്. പിന്നെ ഫിസിക്സ് ആണെങ്കിൽ ടോട്ടലുള്ളത് 14 ചാപ്റ്റേഴ്സാണ്, അതിലൊരു 10 ചാപ്റ്റർ. ഇതിൽ നമുക്ക് ഫിസിക്സാണ് എനിക്ക് കുറച്ച് ഡൗട്ടായിട്ടുള്ളത്, കാരണം അതിങ്ങനെ പെൻഡിങ് വന്ന് ആ ഒരു തിയറി പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ബാക്കിയൊന്നും മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരു രീതിയാണ് ഫിസിക്സ്. ഓരോ ചാപ്റ്ററിൻ്റെ ചില ചാപ്റ്ററൊക്കെ കണ്ടിന്യൂഷൻ പോലൊക്കെ തോന്നും. അതുകൊണ്ട് അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കിയാൽ മാത്രമേ ബാക്കിയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഫിസിക്സ് അതുകൊണ്ട് എനിക്കൊരു തറോ ആയിട്ടൊന്ന് പഠിക്കാനുണ്ട്. പിന്നെ സുവോളജി ആണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് വരെ നമ്മൾ പഠിച്ചു. പിന്നെ ഇനി ഹ്യൂമൻ ഹെൽത്ത് വരെ 6 ചാപ്റ്റർ ഉണ്ട്. സുവോളജി ടോട്ടലായിട്ട് ബയോളജി ഫുൾ 13 ചാപ്റ്ററാണ്. അതിനകത്തിൽ ബോട്ടണി ആണ് 5 ചാപ്റ്റർ. അപ്പം 13 - 5 8 ചാപ്റ്ററാണ് നമുക്ക് ടോട്ടലുള്ളത്. ഈ എക്സാമിന് 6 ചാപ്റ്ററാണുള്ളത്. അപ്പം എല്ലാത്തിൻ്റെയും ഇതിലൊരു 90% കഴിയുക. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിച്ച് ഒരു തറവായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ എക്സാമിൻ്റെ സമയമാകുമ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. നല്ലൊരു മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. ഇനി ഒരു പ്ലാൻ എന്നുള്ള രീതിയിൽ പറയാം. എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം എക്സാമിനറിൻ്റെ ഒരു ലൈവ് കണ്ടായിരുന്നു, ഏകദേശം ഒരു 12 ദിവസം മുമ്പേ സ്ട്രീം ചെയ്തത് അത്. അപ്പം അതിനകത്ത് നോക്കി കഴിഞ്ഞപ്പം 80 ദിവസത്തെ ഒരു പ്ലാനാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് 80 ദിവസത്തെ ഒരു ജേണിയാണ് ക്രിസ്മസ് എക്സാം വരെ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പം 12 ദിവസം മുമ്പുള്ളതായതുകൊണ്ട് ഞാനിപ്പോൾ ഈ മൺഡേ അല്ലേ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ 13 ദിവസവും. അപ്പോൾ അത്രയും ദിവസം നമുക്ക് മിസ്സായി. 80 - 13 എന്ന് പറയുമ്പോൾ 67 ദിവസം കൊണ്ട് ഇനി ബാക്കിയുണ്ട്. ഈ ഉള്ള 67 ദിവസം കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 39 ചാപ്റ്റേഴ്സാണ്. പിന്നെ ഓണം എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 19 ചാപ്റ്റേഴ്സ് പഠിച്ചെങ്കിലും എനിക്കതിൽ നിന്ന് ഭൂരിഭാഗം ആ ഒരു തിയറിയൊക്കെ വിട്ടുപോയി. ഞാനത് പിന്നെ റിവൈസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഏറെക്കുറെയൊക്കെ മറന്നുപോയി. പിന്നെ ഇനി ബാക്കി നമ്മൾ തീരെ തൊടാത്ത ചാപ്റ്ററില്ല, ഞാൻ തീരെ തൊടാത്തതായിട്ടുള്ള ചാപ്റ്ററുള്ള 20 ചാപ്റ്ററാണ്. അതിനകത്ത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് നോക്കിയായിരുന്നു തീരെ. അപ്പം അങ്ങനെ പറയാൻ ഒക്കത്തില്ലല്ലേ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് നോക്കിയായിരുന്നു. പിന്നെ ബാക്കി ഇങ്ങോട്ടുള്ളതൊന്നും അറിയത്തില്ല. മോളിക്കുലാർ ബേസിസിൻ്റെ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ ആ ചാപ്റ്ററും പഠിച്ചു, കാരണം അത് സെമിനാറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു, അതുകൊണ്ട് അത് പഠിച്ചു. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാലും ബയോളജിയിൽ നമുക്ക് സുവോളജി മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ ആ ഒരു ചാപ്റ്റർ എടുത്തു. അത് മോളിക്കുലർ ബേസിസിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് അതെടുത്തു. എവല്യൂഷനും ഹ്യൂമൻ ഹെൽത്തും എടുത്തില്ല. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സ് അവിടെ എടുത്തിട്ടില്ല. പിന്നെ ബോട്ടണി ആണെങ്കിൽ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ ഞങ്ങൾക്കിപ്പം സെമിനാർ വന്നു, അപ്പം ആ പോർഷൻസ് ഫുള്ള് തീരും. പിന്നെ ഫിസിക്സ് ആണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ടീച്ചർ റേ ഓപ്റ്റിക്സ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും വേവ് ഓപ്റ്റിക്സ് കൂടെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അതും കഴിയും. പിന്നെ മാത്സ് ഇൻ്റഗ്രൽസ് ആണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനിയും ബാക്കി 4 ചാപ്റ്ററുകളുണ്ട് പഠിപ്പിക്കാൻ. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ ഹാലോ ആൽക്കെയിൻസ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇനി 2 ചാപ്റ്റേഴ്സ് ഉണ്ട് കഴിയാൻ. അപ്പോൾ സ്കൂളിലും ഇനി പോർഷൻസ് എത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നവംബർ ആകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ എത്തുമായിരിക്കും. അപ്പോൾ നമുക്കിനി ടോട്ടൽ 67 ദിവസമുണ്ട്. ഇതിനകത്തിൽ പൂജവെപ്പായിട്ട് 3 ദിവസം നമുക്ക് പഠിക്കാനൊക്കത്തില്ല, 2-3 ദിവസം നമുക്ക് പഠിക്കാനൊക്കത്തില്ല. അത് ശനി ഞായർ പിന്നെ വെള്ളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ 3 ദിവസം നമുക്ക് പഠിക്കാനൊക്കത്തില്ല. പിന്നെ ഇപ്പോൾ ടൂറെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കുറച്ച് പോകും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ടൂറൊക്കെ വരുന്നുണ്ട്, മിക്കവാറും ഞാൻ പോകുമായിരിക്കും. അപ്പം ആ ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും പഠിക്കാനൊക്കത്തില്ല. പിന്നെ ഗൈഡ്സിൻ്റെ ക്യാമ്പ് ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല, അത് ഇനി എക്സാം കഴിഞ്ഞാണോ മുമ്പാണോ എന്നറിയത്തില്ല.
ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലുള്ളതുകൊണ്ട് അതിൻ്റെ ക്യാമ്പ് ചിലപ്പോൾ കാണും. അങ്ങനെയൊക്കെ കുറച്ച് ദിവസം പോകും. അപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റഡ് ഇനി ഒരു 55 ദിവസം അല്ലെങ്കിൽ 60 ദിവസം പറയുകയാണെങ്കിലും നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സ് തീർക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ കുറേ ടൈം ചിലപ്പോൾ വേസ്റ്റാക്കി കളയും. അപ്പം അങ്ങനെ ഒരു 55 ദിവസം എസ്റ്റിമേറ്റ് കൂട്ടി കഴിഞ്ഞാൽ ഇനിയും ചാൻസ് ഉണ്ട്, ഇനിയും പഠിച്ചു തീർക്കാൻ സമയമുണ്ട്. അപ്പം ഈ കാണുന്ന ദിവസം തൊട്ട്, ലൈക്ക് ഈ മൺഡേ തൊട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് റിവൈസും ചെയ്ത് PYക്കും ചെയ്ത് തീർക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കിപ്പോൾ ഓൺ എക്സാമിന് തന്നെ ഉണ്ടാകുന്ന ഒരു സഫറിങ് അറിയാം. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൽ നിന്നും എല്ലാ സബ്ജക്റ്റിൽ നിന്നും 19 ചാപ്റ്റർ മാത്രം ഉണ്ടായിട്ടും ലാസ്റ്റ് ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു 2-3 ദിവസം എന്ന് പറയുന്നത് പഠിച്ച് തീരാതിരിക്കുമ്പോൾ. അപ്പം ഇനി ഈ 39 ചാപ്റ്റർ എന്തായാലും നമുക്ക് ആ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഈ 4-5 ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിൽ നിന്ന് പഠിച്ചു തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 10-11 ഒരു സബ്ജക്റ്റിൽ നിന്ന് 10-11 ചാപ്റ്റർ നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് എന്തായാലും കവർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുൻകൂട്ടി കുറച്ച് പഠിച്ചു വെച്ചില്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് നല്ല രീതിക്ക് മാർക്ക് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ക്രിസ്മസ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ടോട്ടൽ പോർഷൻ്റെ 90% കവർ ചെയ്യുന്ന രീതിയിലാണ് ഓരോ സബ്ജക്റ്റിൻ്റെ പോർഷൻസ് ക്രിസ്മസ് എക്സാമിൻ്റെത് വന്നേക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും. ടെക്സ്റ്റ് വായിക്കാൻ സമയം കിട്ടും, PYക്ക് ചെയ്യാൻ സമയം കിട്ടും, ക്വസ്റ്റ്യനുകൾ ഇഷ്ടം പോലെ ചെയ്യാൻ സമയം കിട്ടും. പിന്നെ ബാച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ വർക്ക്ഷീറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടും. അല്ലെങ്കിൽ നമുക്കിപ്പം സമയത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് സത്യം പറഞ്ഞ്. നമുക്കിപ്പോൾ അസൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയം അങ്ങനെയൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഈ CE മാർക്കിന് വേണ്ടിയിട്ട് നമുക്ക് അസൈൻമെൻ്റ് ഒക്കെ ചെയ്യും. അപ്പം അസൈൻമെൻറ്റ് ആയിട്ടാണേലും ഹോംവർക്ക് ആയിട്ടാണേലും അങ്ങനെ കുറേ സമയം പോകും. അപ്പം ഈ ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് തന്നെ PYക്കൊക്കെ ചെയ്ത് പതുക്കെ റിലാക്സ്ഡ് ആയിട്ട് പോകാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് നിമിഷത്ത് കൊണ്ട് ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പോൾ 10ാം ക്ലാസ്സിലൊന്നും ചെയ്തുകൊണ്ട് പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല +1 +2 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അനുഭവിച്ചവർക്കറിയാം. അതുകൊണ്ട് കഴിവതും നേരത്തെ തീർക്കുന്നതായിരിക്കും നല്ലത്. സോ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈസി, മീഡിയം, ടഫ് എന്നുള്ള രീതിയിൽ ആദ്യം ഈ ചാപ്റ്റേഴ്സ് ഒന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഈസി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് ശരിക്ക് കഴിഞ്ഞത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് മെട്രിസസ്, ഡിറ്റർമിനൻസ് ഒക്കെ ഓക്കെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, മെട്രിസസ്, ഡിറ്റർമിനൻസ് അതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ചാപ്റ്ററാണ് ഇതുവരെ പഠിച്ചതിൽ. പിന്നെ ബാക്കി നമുക്ക് പഠിക്കാത്തതിൻ്റെ കാര്യമല്ല, പഠിച്ച വരെയുള്ള കാര്യം, പിന്നെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ച വരെയുള്ള കാര്യം, അങ്ങനെ ബാച്ചിലുള്ളവരാണ് ബാച്ചിൽ പഠിപ്പിച്ച വരെയുള്ള കാര്യം. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണെങ്കിലും കണ്ടിന്യൂറ്റി ആണെങ്കിലും ഒരു മീഡിയത്തിൽ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽസ് ഒക്കെ പഠിച്ചത് വരെ നോക്കുകയാണെങ്കിൽ ഒരു മീഡിയത്തിൽ, അങ്ങനെ നമുക്ക് തീരെ പഠിക്കാൻ പറ്റാത്തതും പഠിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളതൊക്കെ ക്ലാസിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ എനിക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സും ഹാലോ ആൽക്കെയിൻസും കുറച്ച് ടഫായിട്ട് തോന്നി. അപ്പം അത് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കുക, ടഫ് എന്നുള്ളൊരു ഇതിലേക്ക്. അപ്പോൾ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു സ്കെയിൽ കിട്ടും, അല്ലെങ്കിൽ ഒരു ചാർട്ട് കിട്ടും, ഈസി, മീഡിയം, ടഫ്. അപ്പോൾ ഈസി അവിടെ നിൽക്കട്ടെ, മീഡിയം, ടഫ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ട് ഈസി നമുക്ക് ലാസ്റ്റ് റിവൈസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. കാരണം ഈസി എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്ന മാത്രം ഈസിക്കകത്ത് എഴുതാം, ഇല്ലെങ്കിൽ അത് മീഡിയത്തിനകത്ത് കൂട്ടിയാൽ മതി. അത് ഓരോരുത്തരുടെയും ഓരോ രീതി ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഈസി ആവുന്നത് അടുത്താൾക്ക് ഈസി ആവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നിയേക്കാം നിങ്ങൾക്ക് ഒരു ചാർട്ടായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈസി നമുക്ക് ആദ്യമേ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനായിട്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ കളയും. നമ്മൾ ആദ്യമൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്കറിയാം, ഇങ്ങനെ ലാഗ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാനിരിക്കും. പക്ഷേ ഈസിയാണ് നമ്മൾ ആദ്യമേ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആകും, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതവിടെ സൈഡിൽ ഇരിക്കട്ടെ. അപ്പോൾ ടഫിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവാക്കുക, അല്ലെങ്കിൽ മീഡിയത്തിന് വേണ്ടിയിട്ടായാലും കുറച്ച് സമയം ചിലവാക്കുക. ഈസി അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇടയ്ക്ക് ഈ സമയം കിട്ടുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം, ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. അല്ലാതെ ടഫിനും അല്ലെങ്കിൽ മീഡിയത്തിനും ഇപ്പം ടൈം കൂടുതൽ കൊടുക്കുക. പിന്നെ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയ എന്തുകൊണ്ടാണ് അത് ഓർമ്മ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള വിഷയം കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ പഠിച്ചെങ്കിൽ അത് പിന്നീട് വിട്ട് കളഞ്ഞാൽ പിന്നെ അത് ടഫായിട്ട് കിടക്കത്തേ ഉള്ളൂ. പിന്നെ അത് ഓർത്തില്ലെങ്കിൽ അത് പിന്നെ നമുക്ക് പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഓർക്കാനായിട്ട് ഒരു ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ ജസ്റ്റ് അതിൻ്റെ നോട്ട് ഒന്നുകൂടെ എടുത്ത് വായിച്ച് നോക്കുക. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു ചാപ്റ്റർ ഒന്നും പഠിച്ചു തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് ഇത്രയും സമയമുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടാണെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. പക്ഷേ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഉപയോഗിക്കുന്ന സമയം ഇപ്പോൾ ഇത്ര സമയം പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. 4 മണിക്കൂർ 5 മണിക്കൂർ പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ കുറച്ച് സമയം ഇരുന്നാലും, അല്ലെങ്കിൽ 1-2 മണിക്കൂർ ഇരുന്നാലും അത്രയും സമയം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ 4-5 മണിക്കൂർ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല.
നമ്മൾ ഇരിക്കുന്ന സമയം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര സമയമാണ് ഇരിക്കുന്നത്, ഒരുപാട് സമയമൊന്നും ഇരിക്കണമെന്നില്ല, രാത്രി വരെ ഉറക്കം ഒഴിച്ച് കളയണമെന്നുമില്ല. എത്ര സമയമാണ് ഇരിക്കുന്നത് അത്രയും സമയം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഓണം എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളൊക്കെയാണ് ഈ വട്ടം. അത് റെക്ടിഫൈ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. കാരണം നമുക്ക് ഒരു അബദ്ധം പറ്റുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കും. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ലാസ്റ്റ് സമയം ഇപ്പോൾ ചില ചാപ്റ്റേഴ്സിനെ ഒന്നും PYQ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് നേരത്തെ പഠിച്ചു വെക്കണം. പിന്നെ ഫിസിക്സിൻ്റെ ഒക്കെ ലാസ്റ്റ് സമയമായപ്പോഴത്തേക്ക് ഫിസിക്സും കെമിസ്ട്രി അങ്ങ് മറന്നുപോയി. നേരത്തെ പഠിച്ചതൊക്കെ അങ്ങ് മറന്നുപോയി, റിവൈസ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഈ വട്ടം അത്യാവശ്യം സമയമുള്ളതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലൊക്കെ ഇരുന്ന് റിവൈസ് ചെയ്യണം. പിന്നെ റിലാക്സ് ചെയ്യാനായിട്ട് പൂജപ്പിൻ്റെ 2-3 ദിവസമുണ്ട്. ആ 2-3 ദിവസം എന്തായാലും നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ 2-3 ദിവസം ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പം എന്നിട്ട് പിന്നെ ഈ ഉള്ള ദിവസങ്ങളിൽ ഈ മൺഡേ ടു പൂജ വെക്കുന്ന വരെയുള്ള ദിവസം നന്നായിട്ട് പഠിച്ചിട്ട് ആ 2-3 ദിവസം റിലാക്സ് ചെയ്തിട്ട് പിന്നെ വീണ്ടും റിവൈസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് തന്നെ മൺഡേ തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ആ ഒരു ടാർഗറ്റിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം എന്നുള്ള ആ ഒരു കടമ്പയിലേക്ക് എത്താനുള്ള ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ മുന്നിൽ പോർഷൻസ് ഇങ്ങനെ കടലുപോലെ കിടപ്പുണ്ട്. ദിവസം കുറവാകുമ്പം നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ വട്ടം പറ്റിയ കൂട്ട് ലേറ്റ് ആവാതെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി ഓരോ സബ്ജക്ട്സിൻ്റെ കാര്യം പറയാം. ആദ്യം ബോട്ടണി, സുവോളജി. ബോട്ടണി ഞാൻ എജ്യുബോട്ടിൻ്റെ ദേവപ്രിയ എന്ന് പറയുന്ന മിസ് പഠിപ്പിക്കുന്നതാണ് സാധാരണ ലൈവ് കാണുന്നത്, അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുന്നത്. പക്ഷേ ചില ചാപ്റ്റേഴ്സ് ഒന്നും മിസ്സല്ല എടുക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സുവോളജി, ബോട്ടണി ഞാൻ എക്സാമിനർ തന്നെ കാണുന്നത്. പിന്നെ ആപ്പിലെ ലൈവ് കാണും, ആപ്പിലെ ക്ലാസ്സുകൾ കാണും. പിന്നെ ഫിസിക്സ് എന്ന് പറയുന്നത് എക്സാമിനർ തന്നെ നോക്കുന്നത്. എജ്യുബോട്ട് ചിലപ്പോൾ നോക്കും. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് കിട്ടേണ്ട സാഹചര്യത്തിലാണ് ഈ ബാക്കിയുള്ള യൂട്യൂബ് ക്ലാസ്സുകൾ നോക്കുന്നത്. പിന്നെ ഞാൻ ലൈവ് കാണാറില്ല, ലൈവായിട്ട് കാണത്തില്ല. ലൈവ് എല്ലാം കഴിഞ്ഞ് ഡബിൾ സ്പീഡിലിട്ടിട്ടാണ് കാണുന്നത്. പിന്നെ മാത്സ് ആണെങ്കിൽ ഞാൻ എജ്യുബോട്ടാണ് മാത്സ് നോക്കുന്നത്. കാരണം മാത്സ് എജ്യുബോട്ട് പോലെ നല്ലൊരു പ്ലാറ്റ്ഫോം വേറെ ഞാൻ കണ്ടില്ല. പിന്നെ അതുപോലെ സുഭാഷ് മാത്സ് ക്ലാസ്സോ അങ്ങനൊരു ക്ലാസ് ഉണ്ട്, ആ സാറ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കുകയല്ല, ലാസ്റ്റ് നമ്മളെ ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ എക്സാമിനർ തന്നെ കാണുന്നത്, ചിലപ്പോൾ എജ്യുബോട്ട് കാണും. പിന്നെ സൈലം മാത്സിന് കാണാറുണ്ട് കേട്ടോ. മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ ഹിന്ദി കാണുന്നത് എക്സാമിനർ, സൈലം, എജ്യുബോട്ട് എല്ലാം കാണും. കാരണം ഹിന്ദിക്കകത്തിൽ നമുക്ക് ഇതല്ലല്ലോ, തിയറി അല്ല, ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നോക്കുന്നത്. കാരണം ഈ നമുക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ സ്പീച്ചുകൾ അല്ലെങ്കിൽ സ്റ്റോറികൾ, പോയങ്ങളൊക്കെ ആയിരിക്കും. അത് നമ്മൾ സ്കൂളിൽ തന്നെ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ സെറ്റാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദിയുടെ തലേന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി മാത്രം നോക്കും. പിന്നെ ഇംഗ്ലീഷിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പഠിക്കണം, എവിടെ തൊട്ട് ബേസിക്സ് തൊട്ട് തുടങ്ങുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഇതുവരെയുള്ള എൻ്റെ കാര്യമെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണുക തൊട്ട് മുമ്പത്തെ വീഡിയോ. പിന്നെ ആരോ ഒരാൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ക്ലാസ് ഫോക്കസ് ചെയ്തൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ കണ്ടുകൂടെ. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇപ്പം എക്സാമിനറിൻ്റെ കെമിസ്ട്രി മനസ്സിലാവും, ഫിസിക്സ് മനസ്സിലാവും, പക്ഷേ മാത്സ് മനസ്സിലാവത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ അടുത്ത് കാണുന്നത്. നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷനുകളുണ്ടല്ലോ യൂട്യൂബ് ആകുമ്പോൾ, ഏതൊക്കെ പുതിയ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇപ്പം എനിക്ക് ഏഗൺ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. അപ്പം അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഫിസിക്സിന് നല്ലൊരു ചാനലാണ്. പിന്നെ അങ്ങനെ ഈ ഞാൻ പറഞ്ഞുകൊണ്ട് സുഭാഷ് മാത്സ് ക്ലാസ്, അത് നല്ല ക്ലാസ്സാണ് മാത്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നമുക്കതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ഏറ്റവും മനസ്സിലാവുന്ന നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മൾട്ടിപ്പിൾ ക്ലാസ്സസ് പറയുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ്റെ കാര്യം, ഞാൻ എക്സാമിനറിൻ്റെ വർക്ക്ഷീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു, ചെയ്യാൻ പറ്റാറുണ്ടോ. അതിന് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ചെയ്യും, സമയം കിട്ടുന്നില്ല, അതാണ് കുഴപ്പം. പക്ഷേ ഈ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ചെയ്യണം അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഒരു ബുക്കിലായിട്ട് അങ്ങ് എഴുതി വെക്കും. കാരണം നമുക്ക് എക്സാമിനർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ ബുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അത് എന്നിട്ട് ലാസ്റ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒരു ലക്ഷ്യം. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന തൊട്ട് എൻ്റെ റെഗുലറായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. എനിക്ക് മാത്സിനും പിന്നെ കെമിസ്ട്രി, ബയോളജി, അതുപോലെ ഇംഗ്ലീഷിന് ഗൈഡല്ല, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, ഇംഗ്ലീഷിന് ഗൈഡാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ടൊന്നും ഇനി ഇല്ലെന്ന് തോന്നും.
ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ താമസിയാതെ തന്നെ വീഡിയോയിൽ അറിയിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.